നമ്മളുടെ നാട്ടിലെ ആൾക്കാർക്ക് ഗവൺമെന്റ് ജോബിനോട് ഒരു പ്രത്യേക താല്പര്യമാണല്ലേ. ഗവൺമെന്റ് ജോബ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് അതിന്റെ റീസൺസ് ചോദിക്കുകയാണെങ്കിൽ പല ആൾക്കാരും പല റീസൺസും പറയുന്നുണ്ടെങ്കിലും കൂടുതൽ ആൾക്കാരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഗവൺമെന്റ് ജോബിന് ഒരു സ്പെസിഫിക് ഏജിൽ റിട്ടയർമെന്റ് വരുന്നുണ്ട്. വൺസ് റിട്ടയർ ആയി കഴിഞ്ഞാൽ എല്ലാ മാസവും ഒരു എമൗണ്ട് ഗവൺമെന്റ് സൈഡിൽ നിന്ന് പെൻഷനായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഈ ഒരു എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്തുകൊണ്ട് ഹാപ്പി ആയിട്ടുള്ള റിട്ടയർമെന്റ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് പല ആൾക്കാരും ഗവൺമെന്റ് ജോബ് പ്രിഫർ ചെയ്യുന്നതിന്റെ വലിയൊരു റീസൺ എന്ന് പറയുന്നത്. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഒരു സ്പെസിഫിക് ഏജിൽ റിട്ടയർ ചെയ്യാനാണെന്നുണ്ടെങ്കിലും അതിനുശേഷം ഒരു എമൗണ്ട് പെൻഷനായി വാങ്ങിക്കൊണ്ട് നമുക്ക് റിട്ടയർമെന്റ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും നമുക്കൊരു ഗവൺമെന്റ് ജോബ് മാൻഡേറ്ററി ആണോ? ഗവൺമെന്റ് ജോബ് മാൻഡേറ്ററി ആണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. നിങ്ങൾക്കൊരു പ്രൈവറ്റ് ജോബാണ്, നിങ്ങൾക്കൊരു നോർമൽ ജോബാണ്, ചെറിയൊരു സാലറി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, പ്രോപ്പറായിട്ട് റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യാം. അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഒരു ഗവൺമെന്റ് ജോബിലുള്ള ഒരാൾക്ക് കിട്ടുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റിട്ടയർമെന്റ് ലൈഫ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടൊരു റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു നല്ല രീതിയിൽ ഒരു റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യാം, നമുക്ക് എങ്ങനെ നല്ലൊരു ഏജിൽ റിട്ടയർ ചെയ്തുകൊണ്ട് നമുക്ക് അതിനുശേഷം ഒരു പെൻഷൻ വാങ്ങിക്കൊണ്ട് നമുക്ക് എങ്ങനെ ഹാപ്പി ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മന്ത്ലി ആഫ്റ്റർ റിട്ടയർമെന്റ് 1.5 ലാഖിൻ്റെ ഒരു പെൻഷൻ വാങ്ങുന്ന ഒരു എക്സ്പെൻസ് എടുത്ത് ഒരു എക്സാമ്പിൾ എടുത്തിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി മാത്രമാണ് ആ ഒരു കേസ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളിലോ എന്തെങ്കിലും ഡൗട്ടോ മറ്റോ വരികയാണെന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് നമ്മളുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നമ്മളൊരു എക്സൽ ഷീറ്റിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ റിട്ടയർമെന്റ് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു എക്സൽ ഷീറ്റ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എക്സൽ ഷീറ്റ് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ഇനി നമുക്ക് റിട്ടയർമെന്റ് പ്ലാനിങ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു പ്ലാനിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ വേറെ മാനുവൽ കാൽക്കുലേഷൻസ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു കാൽക്കുലേഷൻസ് ഒക്കെ എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു എക്സൽ ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സൽ ഷീറ്റ് ഉപയോഗിച്ചിട്ട് അതിൽ കൊടുത്തിട്ടുള്ള കുറച്ച് വാല്യൂസ് ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു റിട്ടയർമെന്റ് പ്ലാനിങ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സൽ ഷീറ്റ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ഈ ഒരു വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എക്സൽ ഷീറ്റിന്റെ ഫയൽ ഫോർവേഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ആ ഒരു ഫയലിൽ ജസ്റ്റ് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻപുട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റിട്ടയർമെന്റ് പ്ലാനിങ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ആവശ്യമുള്ള ആൾക്കാർ മെസ്സേജ് അയക്കാൻ ശ്രമിക്കാം. ഇനി ജസ്റ്റ് സ്ക്രീനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ ജസ്റ്റ് ഈ ഒരു എക്സൽ ഷീറ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളുടെ എക്സൽ ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കുറേ അധികം കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ കറണ്ട് ഏജ്, മന്ത്ലി എക്സ്പെൻസ്, റിട്ടയർമെന്റ് ഏജ് എന്നൊക്കെ പറയുന്ന കുറേ അധികം ടേംസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്സൽ ഷീറ്റിലേക്ക് പോകുന്നതിന് മുന്നേ, എക്സൽ ഷീറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ റിട്ടയർമെന്റ് പ്ലാനിങ് ചെയ്യുന്നതിൻ്റെ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ റിട്ടയർമെന്റ് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ടേംസ് അല്ലെങ്കിൽ കുറച്ച് കോർ കൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ടേംസ് അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റുകൾ മനസ്സിലാക്കിയ ശേഷം ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു എക്സൽ ഷീറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാനും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനും സാധിക്കുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ ഒരു കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ഇതിൽ പറയുന്ന കുറച്ച് ടേംസ് ജസ്റ്റ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ജസ്റ്റ് വരികയാണെങ്കിൽ ഞാനിപ്പോൾ ഓക്കെ സ്ക്രീനിൽ ജസ്റ്റ് ഒരു ലൈൻ വരക്കാണ്. ഈ ലൈനിൽ ഞാൻ ജസ്റ്റ് 3 പോയിന്റ്സ് മാർക്ക് ചെയ്യാണ്. ഓക്കെ, പ്രധാനമായിട്ട് നമുക്ക് 3 ഏജാണ് വരുന്നത്. ഓക്കെ, അതിൽ ആദ്യത്തെ ഒരു ഏജ് എന്ന് പറയുന്നത് കറണ്ട് ഏജ് ആണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ എത്രയാണ് ഏജ്, അതാണ് നിങ്ങളുടെ കറണ്ട് ഏജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ നമുക്ക് ഈ ഒരു എക്സൽ ഷീറ്റിൽ ഉപയോഗിക്കാൻ വേണ്ടി ഞാനൊരു 25 വയസ്സ്, അതായത് ഇപ്പോൾ 25 വയസ്സിൽ ഒരാൾ റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. ഇനി അടുത്ത കറണ്ട് ഏജ് കഴിഞ്ഞാൽ അടുത്തൊരു ഏജ് വരുന്നത് റിട്ടയർമെന്റ് ഏജ് ആണ്. അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എപ്പോഴാണ്, അതായത് നിങ്ങൾക്ക് റിട്ടയർ ആവാൻ, അതായത് നിങ്ങൾ ആക്റ്റീവായിട്ട് ജോലി ചെയ്ത് നിർത്തിയിട്ട് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ റിട്ടയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏജ് എത്രയാണ്. അപ്പോൾ അതാണ് ഈ ഒരു റിട്ടയർമെന്റ് ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എക്സാമ്പിൾ ഇവിടെ 55, അതായത് 55-ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യുക, അതായത് 25 ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് 25 വയസ്സാണെന്നുണ്ടെങ്കിൽ ഞാൻ റിട്ടയർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് എനിക്ക് 55-ാമത്തെ വയസ്സാവുന്ന സമയത്താണ്. അപ്പോൾ അതാണ് എൻ്റെ റിട്ടയർമെന്റ് ഏജ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഏജ് വരുന്നത് നമ്മൾക്ക് ഡെത്ത് എപ്പോൾ സംഭവിക്കുക, അല്ലെങ്കിൽ നമ്മൾ പോസിബിൾ ചെയ്യുക, നമ്മൾ എത്ര കാലം വരെ ജീവിച്ചിരിക്കാനാണ്, നമ്മൾ മരണം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഏജാണ് നമ്മളിവിടെ ഈ ഒരു ലാസ്റ്റ്, അല്ലെങ്കിൽ നമുക്കൊരു ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയാം, നമ്മൾ ഏത് വയസ്സ് വരെ ജീവിക്കുന്നുള്ളത്. അപ്പോൾ ആ ഒരു ഏജ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഒരു 85 ആയിട്ട് എടുക്കുകയാണ്.
അതായത് നിങ്ങൾ ഒരിക്കലും 80 വയസ്സിൽ താഴെ ഒരു ഏജ് കൺസിഡർ ചെയ്യാതിരിക്കുക, 80 വയസ്സിന് മുകളിലോട്ടുള്ള ഒരു ഏജ് മാത്രം കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് 85, അതായത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് 25 വയസ്സാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 85 വയസ്സ് വരെ ജീവിച്ചിരിക്കും എന്നാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് എൻ്റെ മൂന്നാമത്തെ ഏജ്. അപ്പോൾ നിങ്ങളും ഇതുപോലൊരു ലൈൻ വരക്കുക. നിങ്ങളുടെ ഇപ്പോഴത്തെ ഏജ് എത്രയാണ്, നിങ്ങൾ ഏത് വയസ്സിലാണ് റിട്ടയർമെൻറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കാനാണ് പോസിബിലിറ്റി എന്നാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ളത് കൂടി ഇവിടെ കൊടുക്കുക. ഒരിക്കലും 80 വയസ്സിൽ താഴെ നിങ്ങൾ കൊടുക്കാതിരിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ പറയുന്ന ഒരു ഏജ്, അതായത് 25 മുതൽ 55 വയസ്സ് വരെ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു 30 ഇയേഴ്സ് വരുന്നുണ്ട്, 30 വർഷം. ഇതാണ് നമ്മുടെ വർക്കിംഗ് ലൈഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നമ്മൾ ജോലി ചെയ്യുന്ന ഒരു ആക്റ്റീവ് പീരീഡ്, അല്ലെങ്കിൽ വർക്കിംഗ് ആക്റ്റീവ് പീരീഡ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത്രയും കാലം 30 വർഷമാണ് നമ്മൾ ജോലി ചെയ്യുന്ന ഒരു പീരീഡ്. ഇനി എന്താണ് ഈ ഒരു 55 മുതൽ 85 വയസ്സ് വരെയുള്ള ഒരു പീരീഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 30 ഇയേഴ്സ്. ഇതാണ് നമ്മൾ മരിക്കുന്ന വരെയുള്ള ഒരു പീരീഡ് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ റിട്ടയർമെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ 30 ഇയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പീരീഡും അല്ലെങ്കിൽ വർക്കിംഗ് ലൈഫ് പീരീഡും നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ 30 ഇയേഴ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു റിട്ടയർമെൻറ്റ് പീരീഡ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി നമ്മൾ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിലേക്ക് വരുന്ന കുറച്ച് കോർ കൺസെപ്റ്റിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. അപ്പോൾ അത് തന്നെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഒരു 10 കോടി രൂപ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ 10 കോടി രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ റിട്ടയർ ചെയ്യാം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ബാങ്കിൽ ഒരു 10 കോടി രൂപയുണ്ട്. ഈ 10 കോടി രൂപ എന്താണ്, എനിക്ക് മാസം ഒരു 50,000 രൂപയാണ് ചിലവ് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ 1 കോടി രൂപ ബാങ്കിൽ ഇട്ടതിൻ്റെ അകത്തു നിന്ന് ജസ്റ്റ് ഒരു 50,000 രൂപ എല്ലാ മാസം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് സുഖമായിട്ട് ജീവിക്കാം. എനിക്ക് വേറെ എൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നു പോകും. ഞാൻ ആക്റ്റീവായിട്ട് വേറൊരു ജോലി ചെയ്യണം. എനിക്ക് പൈസക്ക് വേണ്ടി എനിക്ക് ജോലി ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ എന്താണ്, എൻ്റെ ബാങ്കിൽ ഒരു ബൾക്ക് എമൗണ്ട് അല്ലെങ്കിൽ ഒരു കോർപ്പസ് ഉള്ളത് കൊണ്ടാണ്, എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു കോർപ്പസ് ഉള്ളത് കൊണ്ടാണ്, ആ കോർപ്പസിൽ നിന്നുമാണ് ഞാൻ എല്ലാ മാസത്തെ എൻ്റെ ആവശ്യത്തിന് വരുന്ന ആ ഒരു എമൗണ്ട് വിഡ്രോ ചെയ്തിട്ട് ഞാൻ എൻ്റെ ചിലവുകളൊക്കെ നടത്തിയിട്ട് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, എൻ്റെ കയ്യിൽ ഒരു കോർപ്പസ് ഉണ്ട്. ആ കോർപ്പസിന് ഒരു എമൗണ്ട് എടുത്തിട്ടാണ് ഞാൻ എൻ്റെ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ റിട്ടയർമെൻറ്റ്, 55ാമത്തെ വയസ്സാണ് റിട്ടയർ ചെയ്യുന്ന ഒരു ഏജ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം ഞാൻ പൈസ കൊണ്ട് ഞാൻ ജോലി ചെയ്യുന്നില്ല. ഞാൻ എന്താണ്, എനിക്ക് അവിടെ ആവശ്യമായിട്ട് വരുന്നത് ഒരു കോർപ്പസ് ആണ്. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു 10 കോടി രൂപ വേണമെന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ഒരു ഏജിൽ അല്ലെങ്കിൽ ഈ 25 വയസ്സിൽ എനിക്ക് ഈ 55 വയസ്സിൽ റിട്ടയർ ആവുന്ന സമയത്ത് എനിക്ക് അവിടെ ഒരു റിട്ടയർമെൻറ്റ് കോർപ്പസ് ആവശ്യമായിട്ട് വരും. ഓക്കെ, ഒരു റിട്ടയർമെൻറ്റ് കോർപ്പസ്. ഓക്കെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു 10 കോടി രൂപ എൻ്റെ ബാങ്കിൽ ഉണ്ടെന്ന് ഒരു എക്സാമ്പിൾ പറഞ്ഞതുപോലെ എനിക്ക് എല്ലാ മാസവും വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, ഒരു കോർപ്പസ് ആവശ്യമാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു കോർപ്പസ് ബിൽഡ് ചെയ്യണം. അതായത് 25 വയസ്സാണ് എനിക്ക്, 55 വയസ്സാവുന്ന സമയത്തേക്ക് എനിക്കൊരു റിട്ടയർമെൻറ്റ് കോർപ്പസ് ബിൽഡ് ചെയ്യണം. വൺസ് ഈ ഒരു റിട്ടയർമെൻറ്റ് കോർപ്പസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്താണ്, ഈ 55 വയസ്സ് മുതൽ പിന്നീട് 85 വയസ്സ് വരെ ഈ ഒരു കോർപ്പസിൽ നിന്നും എനിക്ക് എൻ്റെ മന്ത്ലി എക്സ്പെൻസ്, എനിക്ക് ആവശ്യമായിട്ട് വരുന്ന മന്ത്ലി എക്സ്പെൻസ് ഈ കോർപ്പസിൽ നിന്ന് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈസി ആയിട്ട് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആയിട്ടുള്ള ഈ ഒരു റിട്ടയർമെൻറ്റ് കോർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റിട്ടയർ ആവാൻ പ്ലാൻ ചെയ്യുന്ന ഒരു ഏജിൽ നമുക്ക് എന്താണ്, ഈ ഒരു റിട്ടയർമെൻറ്റ് കോർപ്പസ് ബിൽഡ് ചെയ്യണം. ഓക്കെ, ഇനി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട നിങ്ങളുടെ മറ്റൊരു ടേം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസ് ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഏജ്, നിങ്ങൾക്ക് പലതരത്തിൽ എക്സ്പെൻസ് വരും. നിങ്ങൾക്ക് റെന്റ് ഉണ്ടാവും, നിങ്ങൾക്ക് ഈ ഗ്രോസറി എക്സ്പെൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് ട്രാവൽ എക്സ്പെൻസ് ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ പലതരത്തിലുള്ള എക്സ്പെൻസുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് എത്ര രൂപയാണ് എക്സ്പെൻസ് എന്നുള്ളത്. ഇപ്പം മേ ബി ഞാൻ പറയുകയാണ് ഒരു 25,000 റുപ്പീസാണ് ഇപ്പോൾ ഇയാളുടെ കേസിൽ ഒരു എക്സ്പെൻസ് എന്നുണ്ടെങ്കിൽ. ഓക്കെ, അതായത് എനിക്കിപ്പം എൻ്റെ കാര്യങ്ങൾ 25ാമത്തെ വയസ്സിൽ എനിക്ക് റെൻറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി 25,000 രൂപ മാസം ആവശ്യമായിട്ട് വരുന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ എക്സ്പെൻസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ്, ഈ എക്സ്പെൻസ് ഒരിക്കലും നമുക്ക് എല്ലാ വർഷവും സെയിം ആയിട്ടായിരിക്കും ഉണ്ടാവുക. നമുക്ക് എന്താണ്, ഇൻഫ്ലേഷൻ ഉണ്ടാവും. അതായത് ഇൻഫ്ലേഷൻ കാരണം നമ്മുടെ ട്രാവൽ എക്സ്പെൻസ് ആണെങ്കിൽ ഗ്രോസറി റെൻറ്റ് എല്ലാം കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഞാനിവിടെ ഇൻഫ്ലേഷൻ്റെ റേറ്റ് എടുക്കുന്നത് എന്താണ്, 6% ആണ് ഇൻഫ്ലേഷൻ്റെ റേറ്റ് എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 25,000 രൂപയാണെങ്കിൽ ഒരു വർഷം കഴിയുന്ന സമയത്ത് 25,000ൻ്റെ ഒരു 6% കൂടും. അങ്ങനെ ഓരോ വർഷം കഴിയുന്നവരും കൂടി വരും. അപ്പോൾ എന്താണ്, നമ്മൾ റിട്ടയർമെൻറ്റ് ഏജ് ആവുന്ന സമയത്ത് നമ്മൾക്ക് ഈ മന്ത്ലി എക്സ്പെൻസ് വരുന്നത് ചിലപ്പം വലിയൊരു എമൗണ്ട് ആയിരിക്കും. ഒരിക്കലും 25,000 രൂപയായിരിക്കും നമ്മുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റിട്ടയർമെൻറ്റ് സ്റ്റേജിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും 25,000 രൂപയായിരിക്കില്ല. അതിനെ നമ്മൾ 6% ഇൻഫ്ലേഷൻ വെച്ചിട്ട് നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു റിട്ടയർമെൻറ്റ് സ്റ്റേജിൽ വരുന്ന റിട്ടയർമെൻറ്റ് മന്ത്ലി എക്സ്പെൻസ്, ഓക്കെ, റിട്ടയർമെൻറ്റ് മന്ത്ലി എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു എമൗണ്ട് വരും. ഇതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഇത്രയും ഫാക്ടേഴ്സ് നിങ്ങൾ ജസ്റ്റ് ഒരു പേപ്പർ എടുക്കുക. നിങ്ങളുടെ കറണ്ട് ഏജ്, നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ഏജ്, അതുപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ ഏത് വയസ്സോടെ ജീവിച്ചിരിക്കാനാണ് പോസിബിലിറ്റി, ആ ഒരു ഏജ് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഒരു മന്ത്ലി എക്സ്പെൻസ് നോട്ട് ചെയ്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക.
ഇനി അതുപോലെ തന്നെ നമ്മൾ ഇനി കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ പീരീഡിൽ നമുക്ക് എന്താണ് ഒരു റിട്ടയർമെന്റ് കോർപ്പസ് ബിൽഡ് ചെയ്യണം. റിട്ടയർമെന്റ് കോർപ്പസ് എങ്ങനെ ബിൽഡ് ചെയ്യും? ഇപ്പോൾ നമ്മുടെ കയ്യിലൊന്നുമില്ല. റിട്ടയർമെന്റ് കോർപ്പസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് നമ്മളൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ റിട്ടയർമെന്റ് കോർപ്പസ് ബിൽഡ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു റിട്ടയർമെന്റ് കോർപ്പസ് നമ്മൾ ഈ ഒരു പീരീഡിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ SIP വഴി ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾക്ക് എന്താണ് നമ്മൾക്ക് ഈ ഒരു കോർപ്പസ് ബിൽഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പീരീഡിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന നമ്മൾ ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റിട്ടേൺ എന്ന് പറയുന്നത് 12%. നമ്മൾ 25 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ള ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പീരീഡിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. അതിന് നമ്മൾ കിട്ടുന്ന ഒരു റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നത് മിനിമം ഒരു 12% ആണ്. അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വൺസ് റിട്ടയർ ആയി കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു എന്താണ് ഈ 25 വയസ്സ് മുതൽ 55 വയസ്സ് വരെ ഞാൻ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. 12% റിട്ടേൺ കിട്ടുന്ന ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു മന്ത്ലി ഒരു SIP ഒരു മന്ത്ലി എമൗണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് എന്താണ് എനിക്കിവിടെ ഒരു ഈ 55ാമത്തെ വയസ്സാവുന്ന സമയത്ത് ഒരു വലിയൊരു എമൗണ്ട് എനിക്ക് റിട്ടയർമെന്റ് കോർപ്പസ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ സാധിക്കും. മേ ബി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 10 കോടി രൂപ എന്നുള്ള റിട്ടയർമെന്റ് കോർപ്പസ് ആയിട്ട് എനിക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ സാധിക്കും. വൺസ് ഞാൻ റിട്ടയർ ആയി കഴിഞ്ഞാൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എന്ന് പറയാം കമ്പാരിറ്റീവ്ലി ഒരു റിസ്ക് കൂടിയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്റ്റ് ആണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു ആക്റ്റീവായിട്ട് നമുക്കൊരു സാലറിക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് പോലെ കുറച്ചും കൂടി അഗ്രസീവായുള്ള ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ വൺസ് നമ്മൾ റിട്ടയർ ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇത്തരത്തിൽ അഗ്രസീവായുള്ള ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വൺസ് റിട്ടയർ ആവുന്ന ഒരു പോയിന്റിൽ നമ്മുടെ ഒരു എൻ്റയർ റിട്ടയർമെന്റ് കോർപ്പസ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൽ നിന്ന് കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള ഫണ്ടുകളിലേക്ക് മാറ്റുക. ഒന്നുകിൽ നമുക്ക് ഡെറ്റ് ഫണ്ട്സിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഡെറ്റ്സിൽ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇക്വിറ്റിയിൽ കുറച്ച് വളരെ ചെറിയ പേഴ്സൻറ്റേജ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഹൈബ്രിഡ് ഫണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്തരം ഫണ്ടുകൾ റിട്ടയർമെന്റ് കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇത്തരം ഫണ്ടുകളിലേക്കാണ്. അപ്പോൾ അവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഒരു 9% ആണ് നമ്മൾക്ക് എന്താണ് നമ്മൾ ആ ഒരു റിട്ടയർമെന്റ് കോർപ്പസിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ. അപ്പോൾ ജോലി ചെയ്യുന്ന പീരീഡിൽ 25 വയസ്സ് മുതൽ 55 വയസ്സ് വരെ നമ്മൾ 12% റിട്ടേൺ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. വൺസ് റിട്ടയർ ആയി കഴിഞ്ഞാൽ ആ ഒരു എൻ്റയർ അത്രയും പീരീഡ് കൊണ്ട് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ള ആ ഒരു എൻ്റയർ കോർപ്പസ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു ഡെറ്റ് ഫണ്ട്സിലേക്കോ അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് ഫണ്ട്സിലേക്കോ ലോ റിസ്ക് വരുന്ന ഒരു ഹൈബ്രിഡ് ഫണ്ട്സിലേക്കോ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് സേഫ് ആയിട്ടുള്ള റിട്ടേൺ ഒരു 9% റിട്ടേൺ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഈ എക്സൽ ഷീറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സൽ ഷീറ്റ് ആവശ്യമുള്ള ആൾക്കാർ താഴെ കൊടുത്തുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ എന്താണ് കറണ്ട് ഏജ് ഞാനിപ്പം പറഞ്ഞു, ഞാനിപ്പോൾ എടുത്ത എക്സാമ്പിൾ 25 വയസ്സ്. അപ്പോൾ ഇതിൽ ഈ ഒരു റെഡ് കളറിൽ മാർക്ക് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ബ്ലാക്കിൽ കൊടുത്തിട്ടുള്ള ഈ സംഭവങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി എക്സൽ ഷീറ്റ് കാൽക്കുലേറ്റ് ചെയ്തോളും. റെഡ് കളർ മാത്രം നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കറണ്ട് ഏജ് ഇപ്പോൾ നിങ്ങൾക്ക് 30 വയസ്സാണെങ്കിൽ 30 വയസ്സ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് 40 വയസ്സാണെങ്കിൽ 40 വയസ്സ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റെഡിൽ കറണ്ട് ഏജ് ആണ് നമ്മൾ ആദ്യത്തെ ഒരു ഫാക്ടർ. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് വിചാരിക്കുന്നു. 25 വയസ്സ്. മന്ത്ലി എക്സ്പെൻസ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ കറന്റ് എനിക്ക് വരുന്ന എൻ്റെ റെന്റ് ട്രാവൽ എക്സ്പെൻസ് ഒക്കെ കാര്യങ്ങളായിട്ട് എനിക്ക് വരുന്ന മന്ത്ലി എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 25,000 രൂപയാണ്. അതും ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇത് ഞാൻ ഇവിടെ ഇൻപുട്ട് നിങ്ങൾക്ക് അതിന് 30,000 ആണെങ്കിൽ 30,000 കൊടുക്കുക, 40,000 ആണെങ്കിൽ 40,000 കൊടുക്കുക, 50 ആണെങ്കിൽ 50 കൊടുക്കുക. ഈ റെഡിൽ കൊടുത്ത കാര്യങ്ങൾ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുക്കുക. റിട്ടയർമെന്റ് ഏജ് നിങ്ങൾ ഏത് വയസ്സിലാണ്, നിങ്ങൾക്ക് ഇപ്പോൾ 40 വയസ്സാണ്, നിങ്ങൾ 60 വയസ്സിലാണ് റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ 60 കൊടുക്കുക. അപ്പോൾ ഇവിടെ 55, ഇപ്പോൾ ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സാമ്പിൾ 55 വയസ്സാണ് കൊടുത്ത്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് ഫോർ റിട്ടയർമെന്റ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് ടു റിട്ടയർമെന്റ് നമുക്ക് റിട്ടയർമെന്റ് ആവാൻ വേണ്ടി അത്ര ഇയേഴ്സ് ബാക്കിയുണ്ട്. ഇപ്പോൾ ഇവിടെ പറയുന്നതാണ് ഓട്ടോമാറ്റിക് നമുക്ക് എക്സൽ ഷീറ്റ് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് തരും. 30 വർഷം നമ്മൾ അതൊന്നും ഇൻപുട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. 30 വർഷം എൻ്റെ മുന്നിലുണ്ട്. എനിക്കിനി റിട്ടയർമെന്റ് കോർപ്പസ് ബിൽഡ് ചെയ്യാം. ഞാൻ റിട്ടയർ ആകുമ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു വലിയൊരു എമൗണ്ട് ബിൽഡ് ചെയ്യണം. എന്നാലും മാത്രമേ എനിക്ക് സമാധാനത്തിൽ ആ ഒരു റിട്ടയർമെന്റ് കോർപ്പസിന് എമൗണ്ട് വിഡ്രോ ചെയ്തുകൊണ്ട് എനിക്ക് സമാധാനത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കോർപ്പസ് ബിൽഡ് ചെയ്യാൻ എൻ്റെ മുന്നിൽ 30 വർഷമുണ്ട്. ഓക്കെ, അപ്പോൾ അതിവിടെ ഓട്ടോമാറ്റിക്കലി കിട്ടിയിട്ടുണ്ട്. ലൈഫ് എക്സ്പെക്ടൻസി നിങ്ങൾ എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നതാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്, അതിവിടെ കൊടുക്കുക. ഞാൻ 85 നേരത്തെ പറഞ്ഞത്, 85 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വയസ്സോടെ കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി നമ്പേഴ്സ് ഓഫ് ഇയേഴ്സ് ഇൻ റിട്ടയർമെന്റ് എന്നുള്ള സംഭവം ഇവിടെ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. 30 വയസ്സ് നമ്മളിവിടെ പറഞ്ഞു. ഇവിടെ രണ്ടും നമുക്ക് 30 ആണ് വന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടെ 85 പകരം ഞാൻ ഇപ്പോൾ 90 കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ 35 വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 85 കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ 30 വന്നിട്ടുണ്ട്. ഇനി എന്താണ് ലൈഫ് എക്സ്പെക്ടൻസി 85 നമ്മൾ കൊടുത്തു. ഇനി ഇൻഫ്ലേഷൻ റേറ്റ് ഞാൻ 6% ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ്. അത് നമ്മുടെ വർക്ക് ചെയ്തെടുക്കുന്ന പീരീഡ് ആണെങ്കിൽ അതിന് ശേഷമുള്ള പീരീഡ് ആണെങ്കിൽ ഒരു 6% ഞാൻ കൺസിഡർ ചെയ്തത്. 6-7% നോർമലി വരുന്നത്. 5 to 7%. അപ്പോൾ നിങ്ങൾക്ക് അത് നമ്പേഴ്സ് വേണമെങ്കിൽ ചെറിയ രീതിയിൽ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ അത് ഇല്ലെങ്കിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. 6% കേപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ
ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഓക്കെ, ഇനി ഇവിടെ 2 റിട്ടേൺസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. റിട്ടയർമെന്റ് ഓൺ കോർപ്പസ് എന്ന് പറയുന്നത് 9% കൊടുത്തിട്ടുണ്ട്, റിട്ടേൺ അതുപോലെ തന്നെ റിട്ടേൺ എന്ന് പറഞ്ഞ 12% കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്നുള്ളത് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കൊടുത്തിട്ടുള്ള റിട്ടേൺ എന്ന് പറയുന്നത് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പീരീഡിൽ ആ ഒരു ഫസ്റ്റത്തെ ഈ ഒരു പീരീഡിൽ ഈ റിട്ടേൺ എന്ന് പറയുന്നത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിട്ടേൺ ആണ്. ഈ ഒരു ഫസ്റ്റത്തെ 12% ആണ്. ഇത് നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യം ഇല്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് കീപ്പ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. 12% റിട്ടേൺ എന്നുള്ളത് 12% ആണ്. ഇനി റിട്ടേൺ ഓൺ കോർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഫ്റ്റർ റിട്ടയർമെന്റ് നമ്മളുടെ ആ ഒരു കോർപ്പസ് ഒരു ഡെറ്റ് ഫണ്ട്സിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ കിട്ടുന്ന റിട്ടേണിൻ്റെ പെർസെൻറ്റേജ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് 9% എന്ന് പറഞ്ഞ്. ഇത് നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇത്രയും ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചേഞ്ച് ചെയ്താൽ മതി. ഇനി നോക്കുകയാണെങ്കിൽ എന്താണ്, ഇത്രയും കാര്യങ്ങൾക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് മന്ത്ലി എക്സ്പെൻസസ് പോസ്റ്റ് റിട്ടയർമെന്റ്. അതായത് ഇവിടെ ഞാൻ പറഞ്ഞു 25,000 രൂപയാണ് ഇപ്പോൾ കറന്റ് എക്സ്പെൻസ്. അത് എപ്പോഴും ഫിക്സഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അത് 25,000 തന്നെ ഒരു 6% ഇൻഫ്ലേഷൻ വെച്ചിട്ട് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ 30 വർഷം 6% വെച്ച് 30 വർഷം കഴിയുന്ന സമയത്ത് നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്ന മന്ത്ലി എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താണ്, 1,43,000 രൂപയാണ്. അതായത് എനിക്ക് എൻ്റെ ആഫ്റ്റർ റിട്ടയർമെന്റ് സമാധാനത്തിൽ എൻ്റെ എല്ലാ എക്സ്പെൻസുകളും മീറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പറയുന്ന 1,43,000 രൂപ കിട്ടേണ്ടതുണ്ട്. അത് കിട്ടിയാൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു എമൗണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് നിങ്ങൾക്ക് എത്ര രൂപയാണ് ആവശ്യമായിട്ട് വരിക ഓരോ മാസം. അത് തന്നെ ഒരിക്കലും ത്രൂ ഔട്ട് നിങ്ങൾക്ക് 1,43,000 രൂപ ആയിരിക്കില്ല വരിക. അതായത് വീണ്ടും എന്താണ്, വീണ്ടും ഇൻഫ്ലേഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ 1,43,000 രൂപയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ 55-ാമത്തെ വയസ്സിൽ റിട്ടയർ ആവുന്ന സമയത്ത് 1.43 ലാക്കാണ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 56-ാമത്തെ വയസ്സാകുമ്പോൾ ഈ ഒരു 1.43ന്റെ 6% കൂടുതൽ വരും. ഓക്കെ, മേ ബി ഒരു 1.5 ലാക്ക് വരും. അങ്ങനെ ഓരോ വർഷം കഴിയുന്നത് കൂടിക്കൊണ്ട് നിൽക്കും. അത് നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് ത്രൂ ഔട്ട് നിങ്ങളുടെ റിട്ടയർമെന്റിൽ ഈ ഒരു എമൗണ്ട് സെയിം എമൗണ്ട് ആയിരിക്കില്ല വരിക. അപ്പോൾ 1.43 ആണ് 55-ാമത്തെ വയസ്സ് റിട്ടയർമെന്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ്, ഇനി നമുക്ക് ഇത്രയും ഡാറ്റാസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട സംഭവം എന്ന് പറയുന്നത് കോർപ്പസ് റിക്വയർഡ് ടു അക്കൗണ്ട് ഫോർ റിട്ടയർമെന്റ് എക്സ്പെൻസ്. അതായത് നിങ്ങൾക്ക് സമാധാനത്തിൽ റിട്ടയർ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ ഈ ഒരു പീരീഡിൽ നിങ്ങൾ റിട്ടയർ ആവുന്ന പോയിന്റിൽ ഈ ഒരു 55-ാമത്തെ അല്ലെങ്കിൽ നിങ്ങൾ വാട്ട് എവർ ഏജിലാണോ റിട്ടയർ ആവുന്നത് ആ ഒരു ഏജിൽ റിട്ടയർ ആവുന്ന സമയത്ത് നിങ്ങൾ എത്ര രൂപയുടെ കോർപ്പസ് നിങ്ങൾ ബിൽഡ് ചെയ്യണം. അതാണ് ഈ റിട്ടയർമെന്റ് കോർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിവിടെ ഓട്ടോമാറ്റിക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 3,48,00,000 രൂപയാണ് നമുക്ക് ആവശ്യമായിട്ട്. 3.48 ഓൾമോസ്റ്റ് 3.5 കോടി രൂപ ആണ് ഇവിടെ കോർപ്പസ് റിക്വയർഡ് ടു അക്കൗണ്ട് ഫോർ റിട്ടയർമെന്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് അതിൻ്റെ കാൽക്കുലേഷൻ ഉപയോഗിച്ചിട്ടുള്ള ഫംഗ്ഷൻസ് നിങ്ങൾ കാണാൻ സാധിക്കും. അതൊന്നും നിങ്ങൾ ബോധരേണ്ട ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 3.48 ലാക്ക് ആണ്, സോറി 3,48 lakhs ആണ്. 3.5 കോടി രൂപയാണ് നമുക്ക് റിട്ടയർമെന്റ് കോർപ്പസ് ആവശ്യമായിട്ട് വരിക. അതായത് എനിക്ക് ഈ പോയിന്റിൽ 3.5 കോടി, ഈ ഒരാളുടെ കേസിൽ 3.5 കോടി രൂപ കിട്ടിയാൽ മാത്രമേ പിന്നീട് ഈ ഒരു 3.5 കോടി രൂപയിൽ 3.5 കോടി രൂപയിൽ നിന്ന് എമൗണ്ട് വിഡ്രോ ചെയ്ത് ഓരോ മാസം വിഡ്രോ ചെയ്തിട്ട് നമുക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അതാണ് റിട്ടയർമെന്റ് കോർപ്പസ്. അപ്പോൾ എനിക്കിവിടെ 3.5 കോടി രൂപയാണ് വേണ്ടത്. അപ്പോൾ മനസ്സിലായി, 3.5 കോടി രൂപ എനിക്ക് ആ ഒരു 55-ാമത്തെ വയസ്സാകുമ്പോഴത്തേക്ക് അക്യുമുലേറ്റ് ചെയ്ത് ഉണ്ടാക്കണം. അപ്പോൾ 55-ാമത്തെ വയസ്സിൽ 3.5 കോടി രൂപ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു 25 വയസ്സിൽ എൻ്റെ മുന്നിൽ 30 വർഷമുണ്ട്. 30 വർഷം കൊണ്ടാണ് എനിക്ക് 3.5 കോടി രൂപ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ 25-ാമത്തെ വയസ്സ് മുതൽ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 55-ാമത്തെ വയസ്സിൽ ഈ 3.5 കോടി രൂപ ബിൽഡ് ചെയ്യാന്നുള്ളതാണ് ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇനി നമുക്ക് ഈ ഒരു SIP കാൽക്കുലേഷൻസ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു 25 വയസ്സ് 55 വയസ്സാണ് റിട്ടയർമെന്റ് ഏജ്, 30 വർഷമാണ് നമുക്ക് മുന്നിലുള്ളത്. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ഓക്കെ, ഇതൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യം, അതൊക്കെ ഇപ്പുറത്ത് എടുക്കുന്നതാണ്. ഇനി എന്താണ് ഈ കോർപ്പസ് റിക്വയർമെന്റ് റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 3.5 കോടി രൂപയാണ് നമുക്ക് ആ 55-ാമത്തെ വയസ്സിൽ റിട്ടയർമെന്റ് ആവുന്ന സമയത്ത് വരുന്നത്. ഇനി ഈ ഒരു എമൗണ്ട് അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇടത്തേക്കാണ് 25 വയസ്സ് മുതൽ 55-ാമത്തെ വയസ്സ് വരെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 12% റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ ഞാൻ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഇവിടെ ഓട്ടോമാറ്റിക്കലി SIP എമൗണ്ട് പെർ മന്ത് എന്ന് പറഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നതാണ് 9,884 rupees. അതായത് ഓൾമോസ്റ്റ് 10,000 രൂപ, അതായത് മാസം 10,000 രൂപ. ജസ്റ്റ് ഞാൻ ഗ്രോൻ്റെ SIP കാൽക്കുലേറ്റർ വെച്ചിട്ട് ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കൊടുത്തിട്ട് മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് 10,000 രൂപ 12% റിട്ടേൺ വെച്ച് 30 വർഷം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് 3.5 കോടി രൂപ നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സെയിം സംഭവം തന്നെയാണ് നിങ്ങൾക്ക് ഇതൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് നിങ്ങൾ എത്ര രൂപ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് എളുപ്പത്തിലൂടെ കിട്ടി. 10,000 രൂപയാണ് നമുക്ക് മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി എടുക്കുകയാണെങ്കിൽ
ഓക്കെ, ഇവിടെ 25-ാമത്തെ വയസ്സ് മുതൽ 55-ാമത്തെ വയസ്സ് വരെയുള്ള പീരീഡിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ 3.5 ക്രോറാണ് നമുക്ക് റിട്ടയർമെൻറ്റ് കോർപ്പസ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ 3.5 കോടി രൂപ 55-ാമത്തെ വയസ്സിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ 10,000 രൂപ പെർ മന്ത് വെച്ചിട്ട് ഒരു 12% റിട്ടേൺ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 3.5 കോടി രൂപ ബിൽഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്താണ്, ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3.5 കോടി രൂപ എനിക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഇനി എന്താണ്, ഈ 3.5 കോടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഫണ്ട് ഒരു ഡെറ്റ് കാറ്റഗറി ഫണ്ടിലേക്കോ മറ്റോ ഞാൻ ചേഞ്ച് ചെയ്യും. ഓക്കെ, ഒരു നേരെ ഇവിടെ ഇക്വിറ്റിയിൽ നിന്ന് എടുത്തിട്ട് ഒരു ഡെറ്റ് കാറ്റഗറി ഫണ്ടിലേക്ക് ചേഞ്ച് ചെയ്യും. അവിടെ നമുക്ക് 9% ആയിരിക്കും നമുക്ക് റിട്ടേൺ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു റിട്ടേൺ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്, ഇനി ഓക്കെ വൺസ് ഈ ഒരു ഡെറ്റ് കാറ്റഗറിയിലേക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് എന്താണ്, ആ ഒരു ഫണ്ടിൽ ഒരു SWP ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ 3.5 കോടി രൂപയിൽ നിന്ന് നമുക്ക് എല്ലാ മാസവും നമുക്ക് ഈ പറഞ്ഞ 1.43 ലാക്ക് വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കാം. അത് നെക്സ്റ്റ് ഇയർ ആകുമ്പോഴത്തേക്ക് 6% വെച്ച് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു SWP കാൽക്കുലേറ്റർ എടുത്തിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ 3.49 ലാക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഇൻപുട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണുന്നത് നമുക്കിവിടെ ഒരു ഗ്രീൻ കളറിൽ കോർപ്പസ് ഷുഡ് ലാസ്റ്റ് ഫോർ 30 ഇയേഴ്സ്. നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു 3.5 കോടി രൂപ ഉണ്ടെങ്കിൽ തന്നെ 30 വർഷത്തിലേക്ക് ഈ ഒരു എമൗണ്ട് വിഡ്രോ ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ജീവിക്കാൻ സാധിക്കും, സമാധാനത്തിൽ ജീവിക്കാൻ സാധിക്കും. ഇതിൽ തന്നെ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ ഈ ടോപ്പിൽ ഓക്കെ ഇതാണ് നമ്മുടെ വിഡ്രോവൽ എന്ന് പറഞ്ഞാൽ 1.45 ലാക്ക്. അത് ഞാൻ 1.43 ലാക്ക് സ്റ്റാർട്ടിങ്ങിൽ 1.43 ലാക്ക് എന്നുള്ളത് ഞാൻ ജസ്റ്റ് 1.45 ലാക്ക് ആയിട്ട് എടുത്തതാണ്. അത് ഓരോ മാസത്തിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ബട്ട് ഇവിടെ നോക്കുക, അതിങ്ങനെ കൂടിക്കൂടി വരും. ഒരിക്കലും ഇപ്പോൾ 1.53 ലാക്കായി, 1.7 ആയി, അങ്ങനെ കൂടിക്കൂടി വരും. ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കൊരു 80 വയസ്സ് വരുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു 8 ലക്ഷം രൂപയ്ക്ക് നമുക്ക് മാസം ആവശ്യമായിട്ട് വരും. അപ്പോൾ 1.43 ലാക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഫിക്സ്ഡ് ആയിട്ടല്ല. അപ്പോൾ ഇതൊക്കെ കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ എക്സൽ ഷീറ്റ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. ഇനി ജസ്റ്റ് വേറൊരു കേസ് എടുക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു 30 ഏജ് ആയ ഒരു കേസ് എടുക്കുകയാണ്. 55-ാമത്തെ വയസ്സിനാണ് റിട്ടയർ ചെയ്യുന്നത്. മേ ബി ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു 35,000 ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ 35,000 ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് വരുന്ന ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. 3.6 ക്രോറാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു 30-ാമത്തെ വയസ്സ് മുതൽ 3.6 ക്രോർ എന്ന് പറയുന്ന റിട്ടയർമെൻറ്റ് കോർപ്പസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഓൾമോസ്റ്റ് 20,000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എന്താണ്, നേരത്തെ ഇപ്പോൾ എമൗണ്ട് കൂടി, നേരത്തെ 10,000 ആയിരുന്നു, ഇപ്പോൾ 20,000 ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, നമുക്ക് നേരത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഈ സെയിം സംഭവം തന്നെ ഞാനിപ്പോൾ ഒരു 40 ഏജിലുള്ള ഒരാളുടെ കേസിലാണെങ്കിൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട മന്ത്ലി എമൗണ്ട് എന്ന് പറഞ്ഞാൽ 40,000 റുപ്പീസാണ്. അപ്പോൾ നിങ്ങളുടെ ഏജിൽ എത്ര നേരത്തെ എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നോ അത്രയും കുറവ് എമൗണ്ട് നമുക്ക് മന്ത്ലി മാറ്റി വെച്ചാൽ മതി. ലേറ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ എമൗണ്ട് മാറ്റി വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് എന്താണ്, നിങ്ങൾക്ക് ഈ ഒരു എക്സൽ ഷീറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഗവൺമെൻറ് ജോലിയുള്ള ആൾക്കാർക്ക് മാത്രമല്ല, നിങ്ങൾ കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്യാൻ, നിങ്ങൾ പ്രിപ്പയർ ആയിട്ട് പ്ലാൻ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്താണ് ഒരു ചെറിയൊരു എമൗണ്ട് നിങ്ങളുടെ മന്ത്ലി ഇൻകത്തിൽ നിന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റിട്ടയർമെൻറ്റ് കോർപ്പസ് ബിൽഡ് ചെയ്യാനും, വൺസ് റിട്ടയർ ആയി കഴിഞ്ഞാൽ ഈ ഒരു കോർപ്പസിൽ നിന്നും വിഡ്രോ ചെയ്ത് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ബാക്കിയുള്ള നിങ്ങൾക്ക് ഇത്രയും കാലം നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങളുടെ ഫാമിലി കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യാം, ഒരു നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് റിട്ടയർമെൻറ്റ് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനും ക്ലിയർ ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, താങ്ക് യു.